ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ കൺസീൽഡ് ഫ്ലഷ് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് എന്തൊക്കെ ഡീറ്റെയിൽസ് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ ഇത് കൺസീൽഡ് ഫ്ലഷ് വെച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കൺസീൽഡ് ഫ്ലഷ് നമ്മൾ വെക്കുന്ന സമയത്ത് 4 ഇഞ്ച്, അത് കഴിഞ്ഞ് പിന്നെ ഇതാണ് നമ്മുടെ ക്ലോസറ്റിൻ്റെ ഔട്ട് വരുന്നത്. അതായത് ക്ലോസറ്റ് നമ്മൾ വെക്കുന്നത് എപ്പോഴും വാൾ ഹാങ്ങിലാണ് വെക്കുന്നത്. അതായത് ഭിത്തിമി ഉറപ്പിക്കുന്ന ടൈപ്പാണ് വരുന്നത്. ആ ഭിത്തിയുടെ സെയിം ലെവലിൽ വേണം നമ്മുടെ കൺസീൽഡ് ഫ്ലഷിൻ്റെ ബോഡി ഫുള്ള് ഉറപ്പിക്കാനായിട്ട്. ഇത് 4 ഇഞ്ച് ഔട്ട് പോകുന്നതാണ്. ഇതിൻ്റെ പുറമെയുള്ള ഭിത്തി ആയതുകൊണ്ട് നമുക്ക് നേരെ പുറത്തേക്ക് തുളയ്ക്കാൻ സാധിക്കും. അതല്ല നമുക്ക് താഴേന്ന് ഉള്ള ഏരിയ ആണെങ്കിൽ അതിനുള്ള സെപ്പറേറ്റ് ഫിറ്റിങ്സ് കമ്പനി അതിൻ്റെ കൂടെ തരുന്നത്. താഴെ കട്ട് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ബീം കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യേണ്ടി വരും. അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. ഇതാണ് 4 ഇഞ്ചിൻ്റെ ഔട്ട് വരുന്നത്. ഇനി തൊട്ട് മുകളിലായിട്ട് നമുക്ക് 1.25 ഇഞ്ചിൻ്റെ ഔട്ട് വരുന്നുണ്ട്. അതായത് അതാണ് ഫ്ലഷ് വരുന്നത്. ഇനി ഇത് നോക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫിനിഷിംഗ് ലെവൽ പറയാം. ആദ്യമേ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവൽ എടുത്തതിന് ശേഷം അതിൽ നിന്ന് 14 ഇഞ്ച് ഫിനിഷിംഗ് നമുക്ക് കിട്ടണം. അതായത് നിങ്ങൾ കാണുന്നുണ്ടോ ഫിനിഷിംഗ് ലെവൽ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവൽ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ റൂമിൻ്റെ ഫിനിഷിംഗ് ലെവൽ ആദ്യമേ തന്നെ നമ്മൾ അതെടുത്ത് മാർക്ക് ചെയ്യണം. അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ എങ്ങനെ ചെയ്യാമെന്ന് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. ആ ഫിനിഷിംഗ് ലെവൽ നമ്മളോട് ചോക്കിന് മാർക്ക് ചെയ്ത് തരാൻ കാണാൻ സാധിക്കും. അതിൽ നിന്നും 14 ഇഞ്ച് നമ്മുടെ ബോൾട്ടിൻ്റെ ലെവലാണ് കറക്റ്റ് ചെയ്യുന്നത്. അതായത് ബോൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്ലോസറ്റ് ഉറപ്പിക്കുന്ന ബോൾട്ട് കണ്ട ആ 2 ബോൾട്ടുകളാണ്. അതിൻ്റെ സ്ഥാനത്താണ് നമ്മൾ ഉറപ്പിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന ആ ബോൾട്ടിലാണ് താഴെ നിന്ന് ഫിനിഷിംഗ് ലെവലിൽ 14 ഇഞ്ച് ഫിനിഷിംഗ് ലെവൽ നമുക്ക് കിട്ടണം. ഇതാണ് സ്റ്റാൻഡേർഡ് ഹൈറ്റ്. ഇതാണ് ശരിക്കും മെയിനായിട്ടുള്ള അത്യാവശ്യ കാര്യം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 14 ഇഞ്ചിൽ കൂടാനോ അല്ലെങ്കിൽ ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരുപാട് ഹൈറ്റോ താഴേക്ക് പോകരുത്. 14 ഇഞ്ചിൻ്റെ താഴേക്ക് പോകരുത്. പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ലോസറ്റിൻ്റെ അടി വന്ന് നമ്മുടെ ഫ്ലോറിൻ്റെ ടൈലിൽ ഇടിച്ച് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ലോസറ്റ് കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 14 ഇഞ്ച് എന്ന് ഓർമ്മയിരിക്കട്ടെ. 14 ഇഞ്ചാണ് നമ്മുടെ ഫിനിഷിംഗ് ലെവലിൽ നിന്ന് ബോൾട്ട് സെറ്റ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൺസീൽഡ് ഫ്ലഷ് വെക്കാനായിട്ട് നമുക്ക് ഏകദേശം നമുക്ക് ഭിത്തിയുടെ ടോട്ടൽ അളവ് എന്ന് പറയുന്നത് ഒരു 100 സെൻറ്റിമീറ്റർ എങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണം. 100 സെൻറ്റിമീറ്റർ അതിൻ്റെ 50 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ 50 സെൻറ്റിമീറ്റർ സെൻറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന 4 ഇഞ്ചിൻ്റെ സെൻറ്റർ വയ്ക്കുന്നത്. 4 ഇഞ്ചിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലഷിൻ്റെ സെൻറ്റർ കറക്റ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 100 സെൻറ്റിമീറ്റർ എങ്കിലും നമുക്ക് കിട്ടണം. അതായത് ഭിത്തിയിൽ നിന്ന് 100 സെൻറ്റിമീറ്റർ എങ്കിലും നമുക്ക് കിട്ടണം. അതിനേക്കാൾ ഹൈറ്റ് കുറഞ്ഞ് ലെങ്ത്ത് കുറച്ച് ചെയ്യിപ്പിക്കരുത്. അതായത് നമ്മുടെ ക്ലോസറ്റിൻ്റെ ഈ കൺസീൽഡ് ഫ്ലഷ് മാക്സിമം ഭിത്തിയോട് ചേർത്ത് വയ്ക്കരുത്. കാരണം നമ്മൾ ക്ലോസറ്റ് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇരിക്കുന്ന സമയത്ത് നമുക്ക് കാല് നമ്മുടെ ഭിത്തിയിൽ ഇടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് മിനിമം 50 സെൻറ്റിമീറ്റർ, അതായത് 50 സെൻറ്റിമീറ്റർ റൈറ്റിലേക്ക് 50 സെൻറ്റിമീറ്റർ ലെഫ്റ്റിലേക്കാണ് ടോട്ടൽ നമുക്ക് 100 സെൻറ്റിമീറ്റർ എങ്കിലും മിനിമം ഏറ്റവും കുറഞ്ഞത് വേണം നമുക്ക് ക്ലോസറ്റ് യൂസ് ചെയ്യണമെങ്കിൽ. നമ്മൾ ഇരിക്കുന്ന സമയത്ത് എന്തായാലും നമ്മുടെ കാല് കുറച്ചുകൂടി ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്കും കുറച്ചുകൂടി വീതി കൂടി പോകും. അതുകൊണ്ടാണ് നമുക്ക് അത്രയും വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 45 സെൻറ്റിമീറ്റർ കിട്ടിയെങ്കിലും കൊടുത്താൽ കുഴപ്പമില്ല. 50 സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ ബാത്റൂമിൻ്റെ അകത്ത് കിട്ടില്ലെങ്കിൽ 45 സെൻറ്റിമീറ്റർ കൊടുത്താലും പ്രശ്നമില്ല. ഇനി നമ്മൾ ഇത് ഉറപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ക്ലോസറ്റിൻ്റെ നമ്മുടെ കൺസീൽഡ് ഫ്ലഷിൻ്റെ അതിൻ്റെ ആ ടാങ്ക് വരുന്നുണ്ട്. ടാങ്ക് നമ്മുടെ ഫിനിഷിംഗ് ലെവലിൽ എന്ന് പറയുന്നത് നമ്മൾ കുത്തി കറക്റ്റ് ചെയ്തതിന് ശേഷം ഈ ഫുൾ സെറ്റാണ് അതിൻ്റെ അകത്തേക്ക് കയറ്റി വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏകദേശം ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ചോളം അകത്തേക്ക് ഉള്ളിലേക്ക് കയറി നിൽക്കണം. അത്രയും ഭിത്തി എടുത്ത് കളഞ്ഞാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭിത്തിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഭിത്തിയുടെ സ്ട്രോങ് കാര്യങ്ങൾ നഷ്ടപ്പെടുക കാര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് 3 ഇഞ്ച് മാക്സിമം അകത്തേക്ക് വരുന്നുള്ളൂ. 3 ഇഞ്ച് അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 4 ഇഞ്ച്. അത് ഓരോ കമ്പനിയാണ് ആശ്രയിച്ചിരിക്കും. കൂടുതലും വരുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ചിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുന്ന രീതിയിലാണ്. ബാക്കി ഏകദേശം ഭിത്തി എന്ന് പറയുന്നത് 10 ഇഞ്ചെങ്കിലും ഉണ്ടാവും. തേപ്പനം കഴിയുമ്പോൾ ബാക്കി 7 ഇഞ്ച് നമുക്ക് ഭിത്തിക്കരം കിട്ടും. അപ്പോൾ ബാക്കി നമ്മൾ അതിൽ നിന്ന് 3 ഇഞ്ച് എടുത്തതിന് ശേഷം ബാക്കി 7 ഇഞ്ച് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭിത്തിക്ക് സ്ട്രോങ് കാര്യങ്ങളൊന്നും പ്രശ്നം തന്നെ ഇല്ല. ഇനി ഇതിനെക്കുറിച്ചിട്ട് എങ്ങനെ വെക്കാമെന്നും എങ്ങനെ വെക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതിനെക്കുറിച്ച് ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കും. കാരണം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും വരുന്ന ലെങ്തി വീഡിയോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കേട്ടിരിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ലൈക്കിനനുസരിച്ച് ഇത് ഒരുപാട് റീച്ചിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതാണ് നമ്മളെപ്പോലുള്ള ആളുകളുടെ ഒരു മോട്ടിവേഷൻ. പുതിയ അറിവുകളും വരുന്ന വീഡിയോസൊക്കെ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കാം. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.